അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് അതർ ഡിസിപ്ലിൻസ്, അതായത് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അതിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് ഫിനാൻസ് ആൻഡ് ഇക്കണോമിക്സ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, ഫിനാൻസ് ആൻഡ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്. തൽക്കാലം നമ്മൾ മൂന്നായിട്ട് വെച്ചാണ് പഠിക്കുന്നത്. സോ എന്താണ് ഫിനാൻസ് ആൻഡ് ഇക്കണോമിക്സ് എന്ന്? ഫിനാൻസ് ആൻഡ് ഇക്കണോമിക്സ് എന്ന് പറയുമ്പം ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കണോമിക്സിന് നമുക്ക് രണ്ട് പെർസ്പെക്റ്റീവിലൂടെ കാണാൻ പറ്റും. ഒന്ന് മൈക്രോ ഇക്കണോമിക്സ്, രണ്ട് മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് എന്താണ് ഇൻഡിവിജ്വലിനെയാണ് ബേസ് ചെയ്യുന്നത്. പക്ഷേ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുമ്പം എക്കോണമി ആസ് എ ഹോളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇക്കണോമിക്സിൽ നമ്മൾ ഡിമാൻഡ്, സപ്ലൈ, കോസ്റ്റ്, പ്രോഫിറ്റ്, പ്രൊഡക്ഷൻ, കൺസംപ്ഷൻ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിലാണ് നമ്മൾ നോക്കുന്നത്. അതായത് അങ്ങനെ മാർജിനൽ കോസ്റ്റിംഗ് വഴിയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നത്. വേറാസ് മാക്രോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബാങ്കിങ് സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ് കണ്ടീഷൻസ്, അതൊക്കെയാണ് മാക്രോയിൽ വരുന്നത്. ഇനി നമ്മൾ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ ഇറ്റ് ഈസ് എ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ബിക്കോസ് ദേ ബോത്ത് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ പ്രൈം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നതാണ് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിങ്ങിൽ. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഇൻസിഡൻ്റൽ ഫംഗ്ഷനകത്ത് നമ്മൾ പഠിച്ചതാണ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ബുക്ക് കീപ്പിങ്ങിൽ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതാണ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിങ്, അതായത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ഇനി നമ്മൾ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്, ഫിനാൻസ് ആൻഡ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്, അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പം ഫിനാൻസ് എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ മാത്രമേ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻ്റ് ഒക്കെ നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. സോ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. താങ്ക് യു ഓൾ.